തൃശൂരിലെ വോട്ടർമാരെ അപമാനിക്കാനാണ് സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും ശ്രമമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്. സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ ഞെട്ടലിൽ നിന്നും സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ ഇതുവരെ മോചിതരായിട്ടില്ലെന്നും എം ടി രമേശ് പറഞ്ഞു. ആരെങ്കിലും ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് കേന്ദ്രമന്ത്രി മറുപടി പറയേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകരുടെ അകമഴിഞ്ഞിട്ടുള്ള പ്രവർത്തനമാണ് അസൂയാവഹമായിട്ടുള്ള ബിജെപിയുടെ വിജയത്തിലേക്ക് നയിച്ചത്. ബിജെപിയുടെ വിജയത്തിന്റെ ഞെട്ടലിൽ നിന്നും എൽഡിഎഫും യുഡിഎഫും മോചിതരായിട്ടില്ലെന്നും ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു. ഇപ്പോഴും തൃശൂരിലെ കോൺഗ്രസ് സിപിഎം നേതൃത്വം വിമുക്തരായിട്ടില്ല എന്നുള്ളതാണ്. സുരേഷ് ഗോപിയുടെ വോട്ട് തിരുവനന്തപുരത്തായിരുന്നു, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വോട്ട് തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിമാറ്റി അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് അദ്ദേഹം തൃശ്ശൂരിൽ വാടകക്കെടുത്ത വീട്ടിൽ വോട്ട് ചേർത്തു. ഇത് ഈ കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ്. കേരളത്തിൽ എല്ലാ സ്ഥാനാർത്ഥികളും ചെയ്യുന്ന ഏർപ്പാടല്ലേ അത്. തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റും CPI നേതാവ് VS സുനിൽകുമാറും CPMും ഉന്നയിച്ച ആരോപണങ്ങൾ യാതൊരു കഴമ്പുമില്ലാത്തതാണ്. കുറച്ചുനാൾ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇവർ ഉയർത്തിക്കാട്ടിയത്. അത് വേണ്ടവിധം ഏൽക്കാതെ വന്നതോടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആരോപണത്തിലേക്ക് കടന്നു. വരുന്ന തെരഞ്ഞെടുപ്പുകളിലും BJP വിജയം ആവർത്തിക്കും. അതുകൊണ്ട് UDFും LDFും ഒരു മുഴം നീട്ടിയെറിയുകയാണ്. ജനം, തൃശൂർ.